അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അരൂരിൽ മഴക്കെടുതികൾ ഏറെയുണ്ട്. കാലവർഷത്തിന് മുന്നേയുള്ള ന്യൂനമർദ്ദം വിതച്ച പെരുമഴയിൽ അരൂരിൽ വീടുകളിലെമ്പാടും വെള്ളം കയറിയിരിക്കുന്നു. ദേശീയപാതയോരം വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയെ തുടർന്ന് അരൂർ 7-ാം വാർഡിൽ ഇരട്ടക്കുളങ്ങര വെളിയിൽ ബാബുവിൻ്റെ വീടിന് മേൽ മരം കടപുഴകി വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. നാശനഷ്ടങ്ങളുണ്ടായി. വാർത്തകൾ വിശദമായി. കാലവർഷത്തിന് മുന്നേയുള്ള ന്യൂനമർദ്ദം വിതച്ച പെരുമഴയിൽ അരൂരിലെ പല വീടുകളിലേക്കും വെള്ളം കയറി. ദേശീയപാതയോരം വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയെ തുടർന്ന് അരൂർ 7-ാം വാർഡിൽ ഇരട്ടക്കുളങ്ങര വെളി ബാബുവിൻ്റെ വീടിന് മേൽ മരം കടപുഴകി വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. ദേശീയപാതയോരത്ത് മഴ മൂലം വെള്ളക്കെട്ട് ഇപ്പോൾ നിത്യസംഭവമായിരിക്കുകയാണ്. ഒറ്റ മഴയിൽ തന്നെ ദേശീയപാതയോരം വെള്ളത്തിൽ മുങ്ങുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത പേമാരിയിൽ അരൂർ ക്ഷേത്രം കവലയിലെ അരൂക്കുറ്റി ബസ് സ്റ്റോപ്പ് ആകെ വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാർ ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്നതായി ഇവിടെ കാണാം. സിഗ്നൽ ലൈറ്റ് ഇല്ലാത്ത കവലയിൽ പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കനത്ത മഴയെ തുടർന്ന് അരൂർ 7-ാം വാർഡിൽ ഇരട്ടക്കുളങ്ങര വെളി ബാബുവിൻ്റെ വീടിന് മേൽ മരം കടപുഴകി വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. മതിലിനരികിൽ നിന്ന് പുളിമരം കടപുഴകി വീണ് വീടിൻ്റെ മേൽക്കൂരയും ഓടുകളും ഇന്നു രാവിലെ 7:30 മണിയോടെ തകർന്നു വീഴുകയായിരുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞുങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 7-ാം വാർഡ് മെമ്പർ സുമ ജയകുമാർ സംഭവസ്ഥലം സന്ദർശിക്കുകയും വില്ലേജ് ഓഫീസിലേക്ക് അടിയന്തര സന്ദേശം നൽകിയതായും അറിയുന്നു. വീടിന് ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുള്ളതായി കണക്കാക്കപ്പെടുന്നു. എപ്പോഴാണ് സംഭവിച്ചത്? ഇതൊരു 7:15 കൂടിയായിരുന്നു. മഴയത്ത് സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ചാഞ്ഞ് വീണുകൊണ്ട് ഇവര് കിടന്നുറങ്ങുമായിരുന്നു പിള്ളേരെ. അപ്പൊ വേഗം വിളിച്ച് അയ്യോ വിളിച്ചുകൊണ്ട് പുറത്തോട്ടേ. രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്കാണ് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുമ്പോഴായിരുന്നു. എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആർക്കൊന്നും അവിടെയൊന്നും സംഭവിച്ചില്ല. വീടിന് നല്ല നാശനഷ്ടങ്ങളുണ്ട്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.